ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഇൻകം ടാക്സിൽ ബേസിക്സിന്റെ കണ്ടിന്യൂഷൻ ആണ് നോക്കുന്നത്. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റേറ്റ്സ് ഓഫ് ടാക്സ് അപ്ലിക്കബിൾ ഫോർ അസസ്മെന്റ് ഇയർ 2020 ടു 2021. അതുപോലെ തന്നെ 2020-2021 റേറ്റ്സ് ഓഫ് ടാക്സും അതുപോലെ അതിന്റെ കാൽക്കുലേഷനും എങ്ങനെയാണ് ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അതും നമ്മൾ ഇന്ന് നോക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ ഇൻഡിവിജ്വലിന്റെ കേസിൽ അതുപോലെ AOP, BOI, HUF, പിന്നെ കമ്പനി ഫേം, അങ്ങനെ എല്ലാവരുടെയും റേറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇൻഡിവിജ്വലിന്റെ മാത്രം നമ്മൾ കാൽക്കുലേഷനും കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇൻഡിവിജ്വൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻഡിവിജ്വലിന്റെ കേസിൽ ടാക്സ് വരുന്നത് ഏജ് വൈസ് ആണ്. അതായത് ഓരോ പ്രായത്തിലുള്ളവർക്ക് ഓരോ രീതിയിലാണ് അവരുടെ ടാക്സ് റേറ്റ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സൂപ്പർ സീനിയർ സിറ്റിസന്റെ കേസ് പഠിക്കാം, എന്നിട്ട് സീനിയർ സിറ്റിസൺ, എന്നിട്ട് നോർമൽ ഇൻഡിവിജ്വൽസ്. അപ്പോൾ സൂപ്പർ സീനിയർ സിറ്റിസൺ എന്ന് വെച്ചാൽ പൊതുവേ ഉള്ള ധാരണ 80 വയസ്സിന് മേലെയുള്ള ആൾക്കാരാണ് എന്നാണ്, അല്ലേ? എന്നാൽ ഇൻകം ടാക്സിൽ സൂപ്പർ സീനിയർ സിറ്റിസൺ ആവണം എന്നുണ്ടെങ്കിൽ അവർ അതിലൊരു ഡെഫിനേഷൻ പറഞ്ഞിട്ടുണ്ട്. അത് പ്രകാരം നമ്മൾ സൂപ്പർ സീനിയർ സിറ്റിസൺ ആവണം. അപ്പൊ അതെന്താന്ന് നോക്കാം. സൂപ്പർ സീനിയർ സിറ്റിസൺ മീൻസ് ആൻ ഇൻഡിവിജ്വൽ ഹു ഈസ് റെസിഡന്റ് ഇൻ ഇന്ത്യ. ഫസ്റ്റത്തെ പോയിന്റ് അതാണ്. അതായത് സൂപ്പർ സീനിയർ സിറ്റിസൺ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ ആയിരിക്കണം. അപ്പൊ ഇൻഡിവിജ്വൽ നമുക്കറിയാം, അല്ലെ, മനുഷ്യന്മാർക്ക് മാത്രമല്ല ഇങ്ങനെ പ്രായപരിധിയിലൊക്കെ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഫേമിനും കമ്പനിനും ഒന്നും നമുക്ക് ഒരിക്കലും ഇത്ര വയസ്സിന് മേലെ എന്നൊന്നും നമ്മൾ പറയില്ല. അതുകൊണ്ട് തന്നെ ഫസ്റ്റത്തെ കണ്ടീഷൻ ഇൻഡിവിജ്വൽ ആയിരിക്കണം. രണ്ടാമത് പറയുന്നത് ഹു ഈസ് എ റെസിഡന്റ് ഇൻ ഇന്ത്യ. അതാണ് അവിടെ ഇമ്പോർട്ടന്റ്. അതായത് ഇൻഡിവിജ്വൽ ആയാൽ മാത്രം പോരാ, അയാൾ ഇന്ത്യയിൽ റെസിഡന്റും ആയിരിക്കണം. അപ്പൊ റെസിഡന്റ് എന്ന് പറയുമ്പോൾ ഓർഡിനറി റെസിഡന്റോ നോട്ട് ഓർഡിനറിലി റെസിഡന്റോ ആയിരിക്കണം, പക്ഷെ റെസിഡന്റ് ആയിരിക്കണം. അപ്പൊ റെസിഡന്റ് എന്താന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടില്ല, അത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്നുള്ള ടോപ്പിക് പഠിക്കുമ്പോൾ അത് മനസ്സിലാവും. പക്ഷെ തൽക്കാലത്തേക്ക് ഇപ്പോൾ ഓർത്ത് വെക്കുക, നമുക്ക് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് അവർ റെസിഡന്റ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ അവരുടെ പ്രായം 80 വയസ്സിന് മേലെ ആണെങ്കിൽ നമുക്ക് സൂപ്പർ സീനിയർ സിറ്റിസൺ ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ റെസിഡന്റ് എന്നുള്ളതാണ് അവിടെ നോട്ട് ചെയ്യേണ്ട പോയിന്റ്. ഇൻഡിവിജ്വലും ആയിരിക്കണം, അതുപോലെ റെസിഡന്റും ആയിരിക്കണം. 80 വയസ്സോ അതിന് മേലെയോ തികഞ്ഞിട്ടുള്ള വ്യക്തികളെ മാത്രമേ നമ്മൾ സൂപ്പർ സീനിയർ സിറ്റിസൺ എന്ന് പറയുള്ളൂ. അപ്പൊ നമുക്ക് റെലവെന്റ് ആയിട്ടുള്ള ഇയർ എന്ന് പറയുന്നത്, പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് April 1, 2019 ടു 31/3/2020 ആണ്, അല്ലെ? അപ്പൊ April 1, 2019 ടു 31/3/2020 ഇടയിൽ 80 വയസ്സ് അല്ലെങ്കിൽ അതിന് മേലെ പൂർത്തിയാക്കിയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ സൂപ്പർ സീനിയർ സിറ്റിസൺ എന്ന് പറയുക. അപ്പൊ ഇതില് ഒരു ചെറിയൊരു സർക്കിൾ അത് കഴിഞ്ഞ കൊല്ലോ മറ്റോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലമാണെന്ന് തോന്നുന്നു, എനിക്ക് അത് കറക്റ്റ് ഡേറ്റ് ഓർമ്മയില്ല. അപ്പൊ കഴിഞ്ഞ കൊല്ലം എന്തോ ഒരു സർക്കിൾ അത് കൊണ്ടുവന്നു. അതായത് ഇപ്പോ ചില ആൾക്കാരുണ്ടാവില്ല, April 1-ാം തീയതി ജനിച്ച ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പൊ April 1-ാം തീയതി ജനിച്ച ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അവർക്ക് വന്നിട്ട് ഒരു ദിവസം വൈകി ജനിച്ചത് കൊണ്ട് മാത്രം ചിലപ്പോൾ ഈ ബെനിഫിറ്റ് നഷ്ടപ്പെടും, അല്ലെ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഒരാൾ April 1, 2020 20-ൽ 80 ഇയേഴ്സ് തികയുന്ന ഒരാളാണെന്ന് വിചാരിക്കാം. പക്ഷെ അയാളെ നമ്മൾ സൂപ്പർ സീനിയർ സിറ്റിസൺ എന്ന് പറഞ്ഞ് കണക്കാക്കാൻ പറ്റില്ലല്ലോ. കാരണം നമുക്ക് സൂപ്പർ സീനിയർ സിറ്റിസൺ ആവണം എന്നുണ്ടെങ്കിൽ April 1, 2019 ടു 31/3/2020 മാർച്ച് 31-ന് തികയണം എന്നാണല്ലോ പറയുന്നത്. 31-നുള്ളിലെങ്കിലും തികയണം എന്നാണല്ലോ. അപ്പോൾ ഒരൊറ്റ ദിവസം വൈകിയത് കൊണ്ട് ചില ആൾക്കാർക്ക് എന്ത് സംഭവിക്കണോ, ഇങ്ങനെയുള്ള ബെനിഫിറ്റ് നഷ്ടമാണോ, അല്ലെ? സൂപ്പർ സീനിയർ സിറ്റിസൺ ആയ അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ട്. അപ്പൊ ആ ബെനിഫിറ്റ് അവർക്ക് നഷ്ടപ്പെടണം. അത് കണ്ട് മനസ്സിലാക്കിയിട്ട് ഗവൺമെന്റ് എന്ത് പറഞ്ഞു, ഒരളവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് April 1-ാം തീയതി ജനിച്ചവരെ കൂടെ നമുക്ക് അതിൽ ഉൾപ്പെടുത്താം. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രീവിയസ് ഇയറിൽ 8 ഇയേഴ്സ് ഓർ എബോവ് ആവണം എന്ന് പറയുന്നുണ്ടെങ്കിലും 31/3 വരെയല്ല നമുക്ക് നോക്കേണ്ടത്, അതിന്റെ പിറ്റേ ദിവസം, അതായത് April 1-ാം തീയതി വരെ ഉള്ളത് നമുക്ക് നോക്കാം. അതുകൊണ്ട് തന്നെ എനി റെസിഡന്റ് പേഴ്സൺ മെയിൽ ഓർ ഫീമെയിൽ ബോൺ ബിഫോർ 2/4/1940 അല്ലെങ്കിൽ ഹു അറ്റൈൻസ് ദ ഏജ് ഓഫ് 80 ഓർ എബോവ് ഓൺ ഓർ ബിഫോർ 2/4/2020 2/4/2020 മുന്നേ 80 വയസ്സ് തികഞ്ഞിട്ടുള്ള ആളാണെങ്കിൽ അയാളെ നമ്മൾ സൂപ്പർ സീനിയർ സിറ്റിസൺ എന്ന് പറയും. അതായത് 1-ാം തീയതി 80 വയസ്സ് തികഞ്ഞാൽ കൂടെ മതി. നമുക്ക് ശരിക്കും പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് 1/4/2019 ടു 31/3/2020 ആണ്. അത് ശരിയാണ്. അതിന്റെ ഉള്ളിൽ 80 വയസ്സ് തികഞ്ഞവര് സൂപ്പർ സീനിയർ സിറ്റിസൺ ആണ്. അതിന് പുറമെ 1-ാം തീയതി 80 വയസ്സ് തികയുന്നവരാണെങ്കിലും അവരെ നമുക്ക് സൂപ്പർ സീനിയർ സിറ്റിസൺ എന്ന് എടുക്കാം. കാരണം ഒരൊറ്റ ദിവസം വൈകിപ്പോയത് കൊണ്ട് അവർക്ക് ഒരു കൊല്ലം നഷ്ടമാവണ്ട എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കൊല്ലത്തിന് നമുക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള അസസ്മെന്റ് ഇയർ, അതായത് 2020-2021 സൂപ്പർ സീനിയർ സിറ്റിസൺ എന്ന് പറയുന്ന വ്യക്തികൾ 2/4/1940 മുന്നേ ജനിച്ച ആൾക്കാരായിരിക്കും. കറക്റ്റ് 8 ഇയേഴ്സ് മുന്നേ, അല്ലെ?
അപ്പോൾ സൂപ്പർ സീനിയർ സിറ്റിസൺ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, റെസിഡന്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ 80 വയസ്സിന് മേലുള്ള ആൾക്കാരെ സൂപ്പർ സീനിയർ സിറ്റിസൺ എന്ന് കൂടെ വിളിക്കുള്ളൂ. റെസിഡന്റ് അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നെ ഈ ബെനിഫിറ്റ് കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഒരു വ്യക്തി സൂപ്പർ സീനിയർ സിറ്റിസൺ ആണ് എന്നുണ്ടെങ്കിൽ അയാളുടെ ഇൻകം എങ്ങനെയാണ് ടാക്സബിൾ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ ടോട്ടൽ ഇൻകം, അതിൽ 5 ലക്ഷം വരെയുള്ള എമൗണ്ടിന് അയാൾക്ക് എത്രയോ ആയിക്കോട്ടെ ടോട്ടൽ ഇൻകം, അതിൽ അപ് ടു 5 ലാക്ക് നോ ടാക്സ്, ടാക്സേ വരില്ല. അപ്പോൾ അയാളുടെ ടോട്ടൽ ഇൻകം എത്രയോ ആയിക്കോട്ടെ അതിൽ ആദ്യത്തെ 5 ലക്ഷത്തിന് ടാക്സ് ഇല്ല. 5 ലക്ഷം കഴിഞ്ഞ് അടുത്തത്, ഇത് സ്റ്റെപ്പ് പോലെയാണ്. അപ്പൊ ആദ്യത്തെ 5 ലാക്ക് വരെ ഒന്നുമില്ല. അടുത്ത അതിലേക്ക് പോകുമ്പോൾ, അതായത് ഇപ്പൊ അയാളുടെ ടോട്ടൽ ഇൻകം ഒരു 7 ലാക്ക് ആണ് വിചാരിക്കുക. അപ്പൊ ഇതിന്റെ ഇടയിലാണല്ലോ കിടക്കണം അല്ലെ. അപ്പൊ 5 ലാക്ക് ടു 10 ലാക്ക് വരെ വരുന്ന സംഖ്യക്ക് 20 ലക്ഷമാണ്. അപ്പൊ എനിക്ക് 7 ലക്ഷമാണ് ടോട്ടൽ ഇൻകം എങ്കിൽ 7 ലാക്ക് മൈനസ് 5 ലാക്ക്, അതായത് 2 ലാക്കിന് 20% ഞാൻ ടാക്സ് അടയ്ക്കണം. ഇൻ കേസ് അയാളുടെ വരുമാനം 10 ലക്ഷത്തിന് മേലെയാണെന്നുണ്ടെങ്കിൽ 10 ലക്ഷത്തിന് മേലെ പോയിട്ടുള്ള എമൗണ്ടിന് മാത്രം 30%. ഇതൊരു സ്റ്റെപ്പ് പോലെയാണ്, ഒരു സ്ലാബ് ബേസിസിലാണ്. അപ്പൊ ഓരോ സ്ലാബിലും എത്ര വരുന്നുണ്ടോ അതിന് ആ സ്പെസിഫിക് ടാക്സ് റേറ്റ്. അപ്പൊ 5 ലക്ഷം വരെയുള്ള എമൗണ്ടിന് നമ്മൾ ടാക്സ് ഒന്നും കൊടുക്കണ്ട. അപ്പൊ 5 ലക്ഷമോ 5 ലക്ഷത്തിൽ താഴെയാണോ എന്റെ ടോട്ടൽ ഇൻകം എങ്കിൽ എനിക്ക് ടാക്സ് ഒന്നും അടയ്ക്കാനില്ല. അതേസമയം 5 ലക്ഷത്തിന് മീതെ പോവുകയാണെങ്കിൽ 5 ലക്ഷത്തിന് മേലെ പോയ എമൗണ്ടിനാണ് ഞാൻ ടാക്സ് അടയ്ക്കേണ്ടത്. അപ്പോൾ 5 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയിൽ കടക്കുന്ന എമൗണ്ടിന് 20% വരെ. ഇനി 10 ലക്ഷത്തിന് മേലെ പോയിട്ടുണ്ടെങ്കിൽ എത്രയാണോ 10 ലക്ഷത്തിന് മേലെ പോയിട്ടുള്ളത് അതിന് 30%. അങ്ങനെ അത് ആഡ് ചെയ്തതാണ് എന്റെ ടാക്സ് എന്ന് പറയുന്നത്. ടാക്സ് ബിഫോർ റിബേറ്റ്. ഇനി റിബേറ്റ് പറഞ്ഞിട്ട് ഒരു കാര്യം കൂടെ ഉണ്ട്, അത് ഞാൻ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ലാസ്റ്റ് പറഞ്ഞുതരാം. തൽക്കാലത്തേക്ക് ഇതിന്റെ കാൽക്കുലേഷൻ മാത്രം മനസ്സിലാക്കുക. ആദ്യം നമുക്ക് ഇങ്ങനെ സ്ലാബ് ബേസിസിലാണ്. അപ്പോൾ 5 ലാക്ക് വരെ നില്ലാണ്. 5 ലാക്ക് ടു 10 ലാക്ക് വരെയുള്ള സംഖ്യക്ക് 20%. 10 ലക്ഷത്തിന് മേലെ പോവുകയാണെങ്കിൽ അതിന് 30%. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഒരാളുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 8.5 ലാക്സ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ 8.5 ലാക്സ് ആകുമ്പോൾ ഞാൻ ഇതിവിടെ ഒരു ജസ്റ്റ് ഒരു ഗ്രാഫ് പോലെ ഇങ്ങനെ വരച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. എല്ലാം ഇക്വിഡിസ്റ്റന്റ് ഒന്നും ചിലപ്പോൾ ആയിരിക്കില്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇട്ടതാണ്. അപ്പോൾ 0, 2.5, 5, 7.5 അങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ അപ് ടു 5 ലാക്ക് വരെയുള്ള അയാളുടെ ഇൻകത്തിന് നില്ലാണ്, ടാക്സ് ഇല്ല. അടുത്തത് ഇയാൾക്ക് ടോട്ടൽ ഇൻകം 8.5 ലാക്സ് ആണല്ലോ, അതുകൊണ്ട് തന്നെ 5 ലാക്ക് മുതൽ 8.5 ലാക്സ് വരെയുള്ള ഇൻകത്തിന് 20%. അപ്പോൾ 8.5 ലാക്ക് മൈനസ് 5 ലാക്ക് ഇൻറ്റു 20% ആണ് നമ്മൾ ചെയ്യുക. 5 ലാക്ക്, ആദ്യത്തെ 5 ലാക്കിന് ടാക്സ് ഇല്ല. പിന്നെ 5 ലാക്കിനേക്കാൾ എത്ര കൂടുതലാണോ അയാളുടെ ഇൻകം എന്ന് നോക്കുക. അപ്പോൾ 10 ലക്ഷത്തിന്റെ ഉള്ളിലാണെങ്കിൽ അതിന്റെ ഉള്ളിൽ കടക്കുന്ന സംഖ്യക്ക് മാത്രം 20%. ഇനി 10 ലക്ഷത്തിന്റെ മേലെ ഒരാൾക്ക് ടോട്ടൽ ഇൻകം പോവുകയാണെങ്കിൽ ആ 10 ലക്ഷത്തിന്റെ മീതെ എത്ര പോയി അതിന് മാത്രം 30%. അങ്ങനെ വേണം നമ്മൾ കണക്കാക്കാൻ. ഇതിൽ ഞാൻ 8.5 ലാക്സ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 5 ലാക്ക് വരെ നമുക്ക് ടാക്സ് ഇല്ല. 5 ലാക്കിനേക്കാൾ എത്ര കൂടുതലുണ്ട് നോക്കുക. അപ്പോൾ 8.5 ലാക്ക് മൈനസ് 5 ലാക്ക് ചെയ്തതാണല്ലോ അതിന്റെ ഡിഫറൻസ്. അപ്പൊ അതിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 3.5 ലാക്സ് വരും അല്ലെ. അപ്പൊ ഈ 3.5 ലാക്സിന് 20%, അപ്പോൾ 75,000. അതാണ് നമ്മുടെ ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സൂപ്പർ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ, റെസിഡന്റ് ആണെങ്കിലും മാത്രം അയാളുടെ ടാക്സ് ലയബിലിറ്റിയുടെ കാര്യമാണ് നമ്മൾ ഈ പറഞ്ഞത്. അപ്പൊ ഇത് റിബേറ്റിന് മുന്നേ ഉള്ള ടാക്സ് ആണ്. ഇനി റിബേറ്റ് ഉണ്ട്, അതുപോലെ നമുക്ക് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ടാക്സ് കണ്ടുപിടിക്കലാണ്. അപ്പോൾ സൂപ്പർ സീനിയർ സിറ്റിസന്റെ കേസ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തത് നമുക്കൊരു സീനിയർ സിറ്റിസൺ ആണെങ്കിൽ എങ്ങനെയായിരിക്കും ടാക്സ് വരിക എന്നുള്ളത് നോക്കാം. അപ്പോൾ സീനിയർ സിറ്റിസൺ ആണ് എന്ന് വെച്ചാൽ, സീനിയർ സിറ്റിസൺ എന്ന് പറയുമ്പോൾ അയാളും ഈ പറഞ്ഞ പോലെ ഇൻഡിവിജ്വൽ ആയിരിക്കണം, അതുപോലെ ഇന്ത്യയിൽ റെസിഡന്റ് ആയിട്ടുള്ള ഒരാളായിരിക്കണം, അതുപോലെ കഴിഞ്ഞ വർഷം അതായത് ഏപ്രിൽ 1 മുതൽ ഈ മാർച്ചിനുള്ളിൽ, കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ എന്നാണ് പറയുന്നത്, അപ്പോൾ മാർച്ച് 31-നുള്ളിൽ 60 വയസ്സ് തികഞ്ഞ ആളായിരിക്കണം. അതുപോലെ ഈ പറഞ്ഞ പോലെ ഇതിലും നമ്മൾ ഒരു ദിവസം മാത്രം എക്സംഷൻ കൊടുക്കുന്നുണ്ട്. ഏപ്രിൽ 1, 2020 60 വയസ്സോ അല്ലെങ്കിൽ അതിന് മേലെ കടന്ന ആൾക്കാരും സീനിയർ സിറ്റിസൺ ആയിട്ട് കണക്കാക്കപ്പെടും. അപ്പൊ 60 വയസ്സിന്റെയും 80 വയസ്സിന്റെയും ഇടയിലുള്ള ആൾക്കാരെയാണ് നമ്മൾ സീനിയർ സിറ്റിസൺ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള അസസ്മെന്റ് ഇയറിൽ നോക്കുമ്പോൾ 24/1960 മുന്നേ ജനിച്ച ആൾക്കാർ, 24/1940യും
24/1960 ഉള്ളിലും ജനിച്ച ആൾക്കാരെയാണ് നമ്മൾ സീനിയർ സിറ്റിസൺസ് എന്ന് പറയുന്നത്. അപ്പൊ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ എങ്ങനെയാണ് സ്ലാബ് എന്ന് പറഞ്ഞാൽ അവർക്ക് 3 ലാക്ക് വരെയുള്ള ഇൻകത്തിന് ടാക്സ് ഒന്നുമില്ല. അപ്പൊ 3 ലാക്ക് വരെയാണ് അവരുടെ വരുമാനമെങ്കിൽ അവർ ടാക്സ് അടയ്ക്കണ്ട. ഇനി 3 ലാക്കിന് മേലെയാണെന്നുണ്ടെങ്കിലും 3 ലാക്ക് വരെ അവർക്ക് ടാക്സ് ഇല്ല. അതിന്റെ മേലെ എക്സ്ട്രാ വരുന്ന സംഖ്യക്കാണ് പിന്നെ ടാക്സ് വരുന്നുള്ളൂ. 3 ലക്ഷം മുതൽ 5 ലക്ഷം വരെയുള്ള അവരുടെ വരുമാനത്തിന് 5%, പിന്നെ സാധാരണ പോലെ തന്നെ 5 ലക്ഷം ടു 10 ലക്ഷം 20%, 10 ലക്ഷത്തിന്റെയും മേലെ പോവാണെങ്കിൽ 30%. അപ്പൊ ഇത് രണ്ടും സെയിം ആണ് സൂപ്പർ സീനിയർ സിറ്റിസന്റെയും സീനിയർ സിറ്റിസന്റെ കേസിൽ. സൂപ്പർ സീനിയറിൽ നമുക്ക് 5 ലാക്ക് വരെ എക്സംഷൻ ഉണ്ടായിരുന്നു. സീനിയർ സിറ്റിസൺ ആകുമ്പോൾ 3 ലാക്ക് വരെയാണ് എക്സംഷൻ. അതുകൊണ്ട് 3 ലാക്ക് വരെ ടാക്സ് ഒന്നുമില്ല. 3 ലാക്കിന് മീതെ പോവാണെങ്കിൽ 3 ലാക്ക് ടു 5 ലാക്ക് വരെയുള്ള സംഖ്യയ്ക്ക് നമ്മൾ 5% അടയ്ക്കണം. 5 ലക്ഷം ടു 10 ലക്ഷം വരെയുള്ളതിന് 20%, 10 ലക്ഷത്തിന് മേലെ പോകുന്നതിന് 30%. അപ്പൊ ഇതിലും നമ്മൾ സെയിം ഇൻകം ലെവൽ തന്നെയാണ് ഞാൻ എടുക്കുന്നത്. അത് വെച്ച് വീണ്ടും ഞാൻ റീകാൽക്കുലേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ 0 to 3 ലാക്ക് വരെയുള്ള എമൗണ്ടിന് നമ്മൾ പറഞ്ഞു നില്ലാണ്, എക്സംപ്റ്റഡ് ആണ്, അതിന് ടാക്സ് ഒന്നുമില്ല. കാരണം എന്തിനാണ് ഇങ്ങനെ എക്സംഷൻ കൊടുക്കണമെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന വരുമാനത്തിന് മൊത്തം ടാക്സ് അടയ്ക്കാൻ പറയാൻ ഗവൺമെന്റിന് പറ്റില്ലല്ലോ. കാരണം ഏതൊരു വ്യക്തിക്കാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെലവുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മുടെ ബേസിക് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ആ ചെലവിലേക്കായിരിക്കാം അവരിങ്ങനെ ഒരു ബേസിക് എക്സംഷൻ ലിമിറ്റ് വെക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ സൂപ്പർ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ അവർക്ക് പ്രായമായില്ലേ എന്ന് പറഞ്ഞിട്ടായിരിക്കും അവർക്ക് 5 ലക്ഷം വരെ എക്സംഷൻ കൊടുക്കുന്നുണ്ട്. സീനിയർ സിറ്റിസന്റെ കേസിലും അതുപോലെ തന്നെ പ്രായമാവും തോറും നമുക്ക് അസുഖങ്ങളും ഒക്കെ ഉണ്ടാവും, എക്സ്പെൻസ് കൂടുതലായിരിക്കും അല്ലെ. അതുകൊണ്ട് 3 ലാക്ക് അങ്ങനെ ആയിരിക്കാം. എനിവേ, അപ്പോൾ ബേസിക് എക്സംഷൻ ലിമിറ്റ് എന്ന് പറയുന്നതിന് അപ്പൊ നമുക്ക് ടാക്സ് ഇല്ല. അപ്പൊ സൂപ്പർ സീനിയർ സിറ്റിസന്റെ കേസിൽ 5 ലാക്ക് ആണ് അവിടെ എക്സംഷൻ ലിമിറ്റ്. സീനിയർ സിറ്റിസന്റെ കേസിൽ 3 ലാക്ക് ആണ്. അപ്പൊ നമുക്ക് എത്ര ഇൻകം കിട്ടിയാലും ആദ്യത്തെ ഒരു 3 ലാക്കിന് നമുക്ക് സീനിയർ സിറ്റിസൺ ആണെങ്കിൽ എക്സംഷൻ എടുക്കാം. 3 ലാക്ക് മുതൽ 5 ലാക്ക് വരെയുള്ള സംഖ്യക്ക്, അതായത് ഇപ്പോൾ ഈ ഒരു കേസിൽ 8.5 ലാക്സ് ആണ് നമ്മൾ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നു. അപ്പൊ 3 ലാക്ക് ടു 5 ലാക്കിന്റെ ഇടയിൽ 2 ലാക്ക് ആണ്. അപ്പൊ 2 ലാക്കിന് 5%, അത് 10,000. പിന്നെ 5 ലാക്ക് ടു 8.5 ലാക്ക് വരെ അതിന് 20%, അത് നേരത്തെ കണ്ടുപിടിച്ച പോലെ 70,000. അപ്പൊ ടോട്ടൽ ടാക്സ് എന്ന് പറയുന്നത് 10,000 പ്ലസ് 70,000, അതായത് 80,000 ആണ്. ഇത് ടാക്സ് ബിഫോർ റിബേറ്റ് ആണ്. ഈ പറഞ്ഞ പോലെ കാൽക്കുലേഷൻ കംപ്ലീറ്റ് ആവുന്നില്ല, ഇത് ഫസ്റ്റത്തെ സ്റ്റെപ്പാണ്. ഇത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ സ്ലാബ് ഇതിൽ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അടുത്തത് ഇപ്പൊ നമ്മൾ സൂപ്പർ സീനിയർ സിറ്റിസന്റെ കേസ് നോക്കി, സീനിയർ സിറ്റിസന്റെ കേസ് നോക്കി. അപ്പൊ സൂപ്പർ സീനിയർ ആണെങ്കിലും സീനിയർ ആവണം എന്നുണ്ടെങ്കിലും അവരൊക്കെ റെസിഡന്റും ആവണം അല്ലെ. അപ്പൊ അടുത്ത കേസ് നമ്മൾ ഇതിലൊന്നും പെടാത്ത ഇൻഡിവിജ്വൽസിന്റെ കേസാണ്. അപ്പോ എനി അതർ ഇൻഡിവിജ്വൽ, ഈ രണ്ട് സൂപ്പർ സീനിയർ സിറ്റിസണോ അല്ലാത്ത ഇൻഡിവിജ്വൽ, അതുപോലെ HUFനും സെയിം സ്ലാബ് ആണ്. AOP, BOI, AJP എല്ലാവർക്കും സെയിം സ്ലാബ് തന്നെയാണ്. അവർക്കൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു ചെറിയ ചേഞ്ച്, നമ്മൾ നേരത്തെ പഠിച്ചതിന് ഒരു ചെറിയ ചേഞ്ചേ ഉള്ളൂ. അതായത് 2.5 ലാക്സ് ആണ് ഇവിടെ ബേസിക് എക്സംഷൻ ലിമിറ്റ്. അതുകൊണ്ട് 2.5 ലാക്സ് വരെയുള്ള ഇൻകത്തിന് ടാക്സ് ഇല്ല. 2.5 ലാക്ക് ടു 5 ലാക്ക് വരെയുള്ളതിന് 5%. മറ്റവിടെ നമുക്ക് സീനിയർ സിറ്റിസന്റെ 3 ലാക്ക് ടു 5 ലാക്ക് ആയിരുന്നു. കാരണം അവിടെ 3 ലാക്ക് ആണ് ബേസിക് എക്സംഷൻ ലിമിറ്റ്. നമ്മൾ സാധാരണ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ അതായത് സീനിയർ സിറ്റിസണോ സൂപ്പർ സീനിയർ സിറ്റിസണോ അല്ലാത്ത ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ HUF, AOP, BOI, AJP എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് 2.5 ലാക്ക് ആണ് ബേസിക് എക്സംഷൻ ലിമിറ്റ്. അപ്പൊ അതുവരെ ടാക്സ് ഇല്ല. അത് കഴിഞ്ഞാൽ പിന്നെ 5%, 20%, 30% ആസ് യൂഷ്വൽ. അപ്പോൾ ഫസ്റ്റത്തെ രണ്ടെണ്ണം മനസ്സിലായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇതിപ്പോൾ പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എനി അതർ ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ സൂപ്പർ സീനിയർ സിറ്റിസണോ അല്ലാത്ത ആൾക്കാർ. അതിൽ ഇൻഡയറക്ട്ലി മനസ്സിലാക്കേണ്ട കാര്യം, നോൺ റെസിഡന്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ ഇറസ്പെക്റ്റീവ് ഓഫ് ഏജ് അവർക്ക് ഇതാണ് അപ്ലിക്കബിൾ. കാരണം നോൺ റെസിഡന്റ് ആയിട്ടുള്ള ഒരാൾക്ക് ഒരിക്കലും എന്താ പറയുക സൂപ്പർ സീനിയർ സിറ്റിസൺ അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺ എന്നുള്ള ബെനിഫിറ്റ് കൊടുക്കുന്നില്ല. അവരുടെ പ്രായം നോക്കിയിട്ടല്ല, അവർ റെസിഡന്റ് അല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ ഒരു ബെനിഫിറ്റ് കൊടുക്കില്ല. അതുകൊണ്ട് നോൺ റെസിഡന്റ് ആണെങ്കിൽ ഇറസ്പെക്റ്റീവ് ഓഫ് ഏജ് അവർക്ക് ഈ സ്ലാബ് ആണ് അപ്ലിക്കബിൾ. അതുപോലെ തന്നെ റെസിഡന്റ് ഇൻഡിവിജ്വൽസ് ബോൺ ആഫ്റ്റർ 24 ഓൺ ഓർ ആഫ്റ്റർ എന്നാണ്, ഓൺ ഓർ ആഫ്റ്റർ 24/1960 അല്ലെങ്കിൽ 24/1960 അല്ലെങ്കിൽ 24/1960 ശേഷം ജനിച്ചിട്ടുള്ള എല്ലാവരും ഈ പെർട്ടിക്കുലർ അസസ്മെന്റ് ഇയറിൽ ഈ ഒരു സ്ലാബാണ് അവർക്ക് അപ്ലിക്കബിൾ. അപ്പോൾ ബിലോ 60 ഇയേഴ്സ് ഓഫ് ഏജ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു സ്ലാബാണ് അപ്ലിക്കബിൾ. അപ്പോൾ സെയിം കേസ് നമ്മൾ
8.5 ലാക്സ് വെച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ 8.5 ലാക്സിൽ ആദ്യത്തെ 2.5 ലാക്കിന് നമുക്ക് ടാക്സ് ഒന്നുമില്ല, നില്ലാണ്. 2.5 ലാക്ക് ടു 5 ലാക്ക് വരെ ഉള്ളതിന് നമുക്ക് 5% ആണ് ടാക്സ് റേറ്റ്. അപ്പോൾ ഇവിടെ ഇതിന്റെ ഇടയിൽ എന്ന് പറയുമ്പോൾ 5 ലാക്ക് മൈനസ് 2.5 ലാക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഉള്ളത് 2.5 ലാക്സ് അല്ലേ. അപ്പോൾ 2.5 ലാക്കിന്റെ 5%, പിന്നെ 5 ലാക്ക് ടു 8.5 ലാക്ക് വരെ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത പോലെ തന്നെ 70,000. അപ്പോൾ 80,500. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ബേസിക് ആയിട്ടുള്ള ടാക്സ് കാൽക്കുലേഷൻ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിന്റെ മേലെ ഇപ്പൊ കണ്ടുപിടിച്ച ടാക്സ് എന്ന് പറയുന്നത് റിബേറ്റിന് മുന്നേ ഉള്ള ഒരു ടാക്സ് ആണ്. അപ്പൊ ഇതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ്. അപ്പൊ ഫസ്റ്റത്തെ സ്റ്റെപ്പ് 3 കേസസും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതായത് സീനിയർ സിറ്റിസന്റെ കേസ്, സൂപ്പർ സീനിയർ സിറ്റിസന്റെ കേസ്, അതുപോലെ തന്നെ അല്ലാത്ത ഇൻഡിവിജ്വൽസ് ഒക്കെ മനസ്സിലായല്ലോ. ഇനി അടുത്തതിലേക്ക് നമുക്ക് പോവാം. അടുത്തത് റിബേറ്റ് ആണ്. അപ്പോൾ റിബേറ്റ് എന്ന് പറയുന്നത് 87A പ്രകാരം ഗവൺമെന്റ് നമുക്ക് തരുന്ന ഒരു റിബേറ്റ് ആണ്. അതായത് ഈ ബേസിക് എക്സംഷൻ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും ഒരുപോലെ തന്നെ എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ എന്താ പറയാ, അതൊരു ജനറൽ ബെനിഫിറ്റ് പോലെ. റിബേറ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടില്ല. അത് പക്ഷെ എന്താ പറയാ, ചില പെർട്ടിക്കുലർ കേസിൽ മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. കണ്ടീഷൻ ഉണ്ട്. കാരണം ഞാൻ ഈ കണ്ടീഷനാണ് ഉദ്ദേശിച്ചത്. അതായത് ടോട്ടൽ ഇൻകം ഓഫ് ദ അസസി ഡസ് നോട്ട് എക്സീഡ് 5 ലാക്ക്. നമ്മുടെ ടോട്ടൽ ഇൻകം 5 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ റിബേറ്റ് എടുക്കാനായിട്ട് പറ്റുള്ളൂ. 5 ലക്ഷത്തിന്റെ മേലെ പോകുന്ന ആർക്കും ഇത് എടുക്കാൻ പറ്റില്ല. ഇപ്പൊ എന്റെ ടോട്ടൽ ഇൻകം 5,10,000 ആണെന്ന് വിചാരിക്കുക. അതായത് 5 ലക്ഷത്തിനേക്കാളും 10 രൂപ അധികം ഉള്ളൂ. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് ഈ റിബേറ്റ് എടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ കറക്റ്റ് 5 ലക്ഷം അല്ലെങ്കിൽ 5 ലക്ഷത്തിൽ താഴെയുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു ബെനിഫിറ്റ് കിട്ടുള്ളൂ. അത് ഈ അസസ്മെന്റ് ഇയറിനാണ് ഇങ്ങനെ. ചിലപ്പോൾ അത് ഈ റിബേറ്റിന്റെ കേസ് മാത്രം അവർ ചിലപ്പോൾ ഇയർലി മാറ്റാതൊക്കെ ഉണ്ട്. അപ്പോൾ എനിവേ ഈ അസസ്മെന്റ് ഇയറിൽ, അതായത് അസസ്മെന്റ് ഇയർ 2021 നമുക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ളത് ടോട്ടൽ ഇൻകം 5 ലക്ഷം അല്ലെങ്കിൽ 5 ലക്ഷത്തിൽ താഴെ ഉള്ള റെസിഡന്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനാണ് ഈ ഒരു റിബേറ്റ് കിട്ടുക. അപ്പൊ ഇതും റെസിഡന്റ് ഇൻഡിവിജ്വൽസിന് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ നോൺ റെസിഡന്റ് ആണെങ്കിൽ ഈ റിബേറ്റ് കിട്ടില്ല. അപ്പൊ റെസിഡന്റ് ഇൻഡിവിജ്വൽ ആയിരിക്കണം, പ്രായപരിധിയൊന്നുമില്ല, ഏത് പ്രായത്തിലുള്ള ആളാണെങ്കിലും കിട്ടും. പക്ഷെ അയാളുടെ ടോട്ടൽ ഇൻകം 5 ലക്ഷത്തിൽ താഴെ ആയിരിക്കണം. 5 ലക്ഷത്തിന് മീതെ പോയ ആർക്കും ഈ റിബേറ്റ് അവൈലബിൾ അല്ല. റിബേറ്റ് എന്ന് പറയുന്നത് ഐദർ 100% ഓഫ് ദ ടാക്സ് ലയബിലിറ്റി ആസ് കമ്പ്യൂട്ടഡ് അബവ്, ഒന്നോ 100% ഓഫ് ദ ടാക്സ് ലയബിലിറ്റി, അല്ലെങ്കിൽ 12,500, വിച്ച് എവർ ഈസ് ലോവർ. ഇതിൽ ഏതാണോ ലോവർ വരുന്നത് അതാണ് നമുക്ക് റിബേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുക. ഇത് ഞാനൊരു എക്സാമ്പിൾ വഴി പറഞ്ഞുതരാം. എ റെസിഡന്റ് ഇൻഡിവിജ്വൽ ഏജ്ഡ് 28 years of age has a taxable income of rupees 4,50,000 during the previous year 1920. Find his tax liability. അപ്പോൾ അയാൾ റെസിഡന്റ് ഇൻഡിവിജ്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. ടാക്സബിൾ ഇൻകം അല്ലെങ്കിൽ ടോട്ടൽ ഇൻകം 4,50,000 ആണ്. അപ്പൊ നമുക്കറിയാം ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 5 ലാക്കിന്റെ താഴെയാണ്. അപ്പൊ ഇയാൾക്ക് റിബേറ്റും എലിജിബിൾ ആണ്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സാധാരണ പോലെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. എന്നാലേ റിബേറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുള്ളൂ. അപ്പൊ 4,50,000 ആണല്ലോ. അപ്പൊ 4,50,000 എന്ന് പറയുന്നത് ആദ്യത്തെ 2.5 ലക്ഷത്തിന് ടാക്സ് ഇല്ല, അതുകൊണ്ട് 0. പിന്നെ 2.5 ലക്ഷം മുതൽ 4.5 ലക്ഷം വരെ, 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെ നമുക്ക് 5%. ഇവിടെ ഇയാൾക്ക് 4.5 ലക്ഷം ഇൻകം ഉള്ളൂ. അതുകൊണ്ട് 2.5 ലാക്സ് ടു 4.5 ലാക്സ് വരെയുള്ള ഇൻകത്തിന് 5%. അതുകൊണ്ട് ഇതിന്റെ ഡിഫറൻസ്, അതായത് 2 ലാക്ക്. അപ്പൊ 2 ലാക്കിന്റെ 5%, അതായത് നമുക്ക് 10,000 വന്നു. ഇയാൾക്ക് 4,50,000 ആണല്ലോ എമൗണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് റിബേറ്റിന് എലിജിബിൾ ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ടാക്സ് ബിഫോർ റിബേറ്റ് സെയിം എമൗണ്ട് കോപ്പി ചെയ്തിട്ടു. ലെസ് റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A. 87A പ്രകാരം റിബേറ്റ് എന്ന് പറയുന്നത് 100% ഓഫ് ദ ടാക്സ് ലയബിലിറ്റി ഓർ 12,500, വിച്ച് എവർ ഈസ് ലോവർ. അപ്പൊ ഇവിടെ 10,000 ആണോ 12,500 ആണോ ചെറുത്? 10,000 ആണ്. അതുകൊണ്ട് തന്നെ റിബേറ്റ് ലെസ് റിബേറ്റ് 10,000 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ടു. അപ്പൊ ടാക്സ് ആഫ്റ്റർ റിബേറ്റ് നില്ല്. അപ്പൊ ഇതില് നമുക്ക് 4,50,000 ആയതുകൊണ്ടാണ് ഈ റിബേറ്റ് കിട്ടിയത്. 5 ലാക്ക് വരെയാണ് ടാക്സബിൾ ഇൻകം എങ്കിൽ, റെസിഡന്റ് ഇൻഡിവിജ്വൽ ആണെങ്കിൽ എല്ലാവർക്കും ഈ റിബേറ്റ് അവൈൽ ചെയ്യാൻ പറ്റും. അതേസമയം എന്റെ ഇൻകം, എന്റെ ടോട്ടൽ ഇൻകം 5 ലാക്കിന് മേലെ ആണെങ്കിൽ എനിക്ക് ഒരിക്കലും ഈ റിബേറ്റ് കിട്ടില്ല. ബേസിക് എക്സംഷൻ ലിമിറ്റ് ഒക്കെ സാധാരണ പോലെ തന്നെയാണ്, ടാക്സ് കാൽക്കുലേഷൻ ഒക്കെ സിമിലർ ആണ്. പക്ഷേ റിബേറ്റിന് മാത്രമാണ് ഈ കണ്ടീഷൻ ഉള്ളത്. അതായത് 5 ലാക്കിൽ താഴെ വരികയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ റിബേറ്റ് അവൈൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ റിബേറ്റിന്റെ കാര്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പെട്ടെന്ന് നമുക്ക് തെറ്റിപ്പോവാം. കാരണം ഇത് റെസിഡന്റ് ഇൻഡിവിജ്വൽ എന്നുള്ളത് പലരും ശ്രദ്ധിക്കില്ല. റെസിഡന്റ് ഇൻഡിവിജ്വലിനാണ് ഉള്ളത് എന്നുള്ളത്. എല്ലാവരുടെ ടാക്സ് കാൽക്കുലേഷനിലും പെട്ടെന്ന് റിബേറ്റ് എടുക്കാനുള്ള ചാൻസ് ഉണ്ട്.
പിന്നെ ഒരു കാര്യം, നമുക്ക് ഒരിക്കലും ടാക്സ് കണ്ടുപിടിച്ച് അത് നെഗറ്റീവ് ആക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് ഇവരിവിടെ ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ വെച്ചിരിക്കുന്നത്, ലോവസ്റ്റ് ഓഫ് 100% ഓഫ് ടാക്സ് ലയബിലിറ്റി അല്ലെങ്കിൽ 12,500 എന്നുള്ളത്. അല്ലാതെ 12,500 നമുക്ക് നേരിട്ടിട്ട് നെഗറ്റീവ് 2,500 എന്നാക്കി ഗവൺമെന്റ് ഇങ്ങോട്ട് കാശ് തരണ പോലെയൊന്നും നമുക്ക് ആക്കാനുള്ള ഇതില്ല. അതുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു കണ്ടീഷൻ ഇവിടെ ലോവസ്റ്റ് ഓഫ് ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ടുള്ളത്. എനിവേ, അപ്പൊ റിബേറ്റിന്റെ കാൽക്കുലേഷൻ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്. അങ്ങനെ റിബേറ്റും കഴിഞ്ഞിട്ട് നമ്മൾ ടാക്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ കിട്ടുന്ന ടാക്സിന്റെ മേലെ 4% നമ്മൾ ആഡ് ചെയ്യണം. ജസ്റ്റ് ആ ടാക്സിന്റെ മേലെ 4% ആഡ് ചെയ്യുക. ആ 4% വന്നിട്ട് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ആണ്. നമുക്ക് ഗവൺമെന്റ് ഹെൽത്തും എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ് ഒക്കെ തരുന്നില്ലേ, അതിന് വേണ്ടിയിട്ട് അവർ കളക്ട് ചെയ്യുന്ന ഒരു എമൗണ്ട്, ടാക്സ് തന്നെ അവർ കളക്ട് ചെയ്യുന്ന ഒരു എമൗണ്ട് ആണ് ഇത്. അപ്പൊ അത് 4% ആണ്. ഇത് പിന്നെ എല്ലാ അസസീസിനും അപ്ലിക്കബിൾ ആണ്, ഇൻഡിവിജ്വൽസിന് മാത്രമല്ല എല്ലാ അസസീസിനും അപ്ലിക്കബിൾ ആണ്. എല്ലാവരും അവരെ ടാക്സ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പ്ലസ് 4% അങ്ങോട്ട് ആഡ് ചെയ്യുക, അതും കൂടെ നമ്മൾ അടയ്ക്കണം. അപ്പൊ ഈ 4% ഓഫ് ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് ആഫ്റ്റർ സർചാർജ് എന്ന് ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ സർചാർജിന്റെ കാര്യം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നില്ല, അത് ഇത്തിരി കുറച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. സർചാർജ് എന്ന് പറയുന്നത് നമുക്ക് ടാക്സിന്റെ മേലെ വീണ്ടും ഒരു ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. അത് കൂടുതൽ ഇൻകം ഉള്ളവർക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ നോർമലി അത് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വരില്ലല്ലോ. കാരണം കൂടുതൽ ഇൻകം ഇൻ ദ സെൻസ്, ഇൻഡിവിജ്വൽ ആണെങ്കിൽ 50 ലക്ഷത്തിന് മേലെ ടോട്ടൽ ഇൻകം ഉള്ള ആൾക്കാർക്കാണ് ഇൻഡിവിജ്വലിന്റെ കേസിൽ സർചാർജ് ഉള്ളൂ. അപ്പോ ഞാൻ വിചാരിച്ചു ജനറലി എല്ലാവർക്കും അതിന്റെ താഴെയാണല്ലോ ടോട്ടൽ ഇൻകം ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോയിൽ അത് ഉൾപ്പെടുത്താത്തത്. അത് ഞാൻ വേറെ വീഡിയോ ആയിട്ട് തന്നെ ചെയ്തുതരാം. അപ്പോൾ ബേസിക്കലി നമുക്ക് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ സർചാർജിന്റെ കേസ് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. അല്ലാതെ ഉള്ളതൊക്കെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് എന്ന് പറയുന്നത് ടാക്സ് എന്ന് റിബേറ്റ് മൈനസ് ചെയ്ത് സർചാർജിന്റെ അഡ്ജസ്റ്റ്മെന്റും കഴിഞ്ഞിട്ടാണ് നമ്മൾ സെസ് ആഡ് ചെയ്യുന്നത്. അതായത് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് വരുന്ന ടാക്സിന്റെ മേലെയാണ് സെസ് ആഡ് ചെയ്യുക. അപ്പോൾ സർചാർജ് റയർ കേസസിലേ വരുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് ഇവിടെ പറയാത്തത്. അപ്പോൾ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് വരുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് നോക്കാം. മിസ്റ്റർ എ നോൺ റെസിഡന്റ് ഹാസ് എ ടോട്ടൽ ഇൻകം ഓഫ് റുപ്പീസ് 3 lakh ഫോർ പ്രീവിയസ് ഇയർ 1920. അപ്പോൾ മിസ്റ്റർ എ നമുക്ക് അറിയാം നോൺ റെസിഡന്റ് ആണെന്ന്. നോൺ റെസിഡന്റ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ബേസിക് എക്സംഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് 2.5 lakhs ആണ്. അവരുടെ ഏജ് നമുക്ക് കണക്കാക്കേണ്ട കാര്യമില്ല. അതേപോലെ തന്നെ ഇവർക്ക് റിബേറ്റും അവൈലബിൾ അല്ല. അപ്പൊ എങ്ങനെയാന്ന് നോക്കാം. ഫസ്റ്റത്തെ 2.5 lakhsന് നില്ലാണ്. പിന്നെ 2.5 lakhs to 3 lakh വരെയുള്ള എമൗണ്ട്, അതായത് 2.5 to 3 lakh എന്ന് പറയുമ്പോൾ 50,000 അല്ലെ, ആ 50,000ന് 5%, അതായത് 2,500. ടാക്സ് ബിഫോർ റിബേറ്റ് എന്ന് പറയുന്നത് സെയിം 2,500 ലെസ് റിബേറ്റ്. ഇയാൾ നോൺ റെസിഡന്റ് ആയതുകൊണ്ട് അയാൾക്ക് റിബേറ്റ് അവൈലബിൾ അല്ല, അതുകൊണ്ട് നില്ല്. ടാക്സ് ആഫ്റ്റർ റിബേറ്റ് 2,500. അങ്ങനെ കിട്ടിയ എമൗണ്ടിന്റെ മേലെ നമ്മൾ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ആഡ് ചെയ്യണം 4%, അതായത് ഈ ടാക്സിന്റെ 4%. അപ്പോൾ 100 വരും. ഈ ടാക്സ് പേബിൾ ഇതാണ് നമ്മൾ ഗവൺമെന്റിലേക്ക് നമ്മുടെ ഇൻകം ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ട സംഖ്യ. അപ്പൊ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഒന്നുമില്ല, എല്ലാ അസസീസിനും അപ്ലിക്കബിൾ ആണ്. നമ്മൾ ടാക്സിന്റെ മേലെ 4% കാൽക്കുലേറ്റ് ചെയ്യണം. ഈ കിട്ടിയിട്ടുള്ള സംഖ്യ ടാക്സ് പേബിൾ ഇൻ കേസ് നമുക്കൊരു റൗണ്ട് ഫിഗർ അല്ല എന്നുണ്ടെങ്കിൽ അത് നിയറസ്റ്റ് 10ലേക്ക് നമ്മൾ റൗണ്ട് ചെയ്യണം. ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ ടോട്ടൽ ഇൻകം റൗണ്ടഡ് ഫിഗർ അല്ല എന്നുണ്ടെങ്കിൽ അത് നിയറസ്റ്റ് 10ലേക്ക് റൗണ്ട് ചെയ്തിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇതിൽ ഞാൻ റൗണ്ട് ഫിഗർ ആയിട്ടുള്ള എമൗണ്ട് എടുത്തുകൊണ്ട് നമുക്ക് ആൻസറും റൗണ്ട് ഫിഗർ വന്നു. ഇനി അങ്ങനെ റൗണ്ട് ഫിഗർ അല്ല എന്നുണ്ടെങ്കിൽ അത് എപ്പോഴും നിയറസ്റ്റ് 10ലേക്ക് റൗണ്ട് ചെയ്യുക. അപ്പൊ ഇത്രയാണ് ഒരു ഇൻഡിവിജ്വലിന്റെ കേസിൽ നമുക്ക് പറയാനുള്ളത്. ഇൻഡിവിജ്വൽ അതുപോലെ HUF, AOP, BOI, AJP അതും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അവരുടെയൊക്കെ എങ്ങനെയാണ് ടാക്സ് കാൽക്കുലേഷൻ എന്നുള്ളത് പറഞ്ഞു. ഇനി അടുത്തത് നമുക്ക് വേഗത്തിൽ നമ്മുടെ ഫേം, കമ്പനി അങ്ങനെയുള്ളവരുടെ റേറ്റ്സ് മാത്രം നോക്കിയിട്ട് പോവാം. ഇനിയിപ്പോൾ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ ഈ കാൽക്കുലേഷൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ജസ്റ്റ് റേറ്റ് മാത്രം പറഞ്ഞിട്ട് പോവാം. ഫേം ആണെങ്കിൽ 30% ഓഫ് ദ ഹോൾ ഓഫ് ടോട്ടൽ ഇൻകം. ഫേമിനൊന്നും ബേസിക് എക്സംഷൻ ലിമിറ്റ് ഒന്നും ഇല്ല. അവർ എത്ര വരുമാനം ഉണ്ടാക്കിയാലും അവർക്ക് എത്ര ടോട്ടൽ ഇൻകം ഉണ്ടായാലും അവർ ആ ടോട്ടൽ ഇൻകത്തിന്റെ മേലെ 30% ടാക്സ് അടച്ചോളണം. അവർക്ക് യാതൊരു എക്സംഷൻ ലിമിറ്റോ കാര്യങ്ങളോ ഇല്ല. ഇപ്പൊ 10 രൂപയാണ് ഒരു ഫേമിന്റെ ടോട്ടൽ ഇൻകം എങ്കിൽ ആ 10 രൂപയുടെ 30% അവർ ടാക്സ് അടയ്ക്കുക. അല്ല 1 ലക്ഷം ആണെങ്കിൽ 1 ലക്ഷത്തിന്റെ 30% ടാക്സ് അടയ്ക്കുക. പ്ലസ് നമ്മൾ നേരത്തെ പറഞ്ഞു ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4%, അത് ടാക്സിന്റെ മേലെ ചേർത്തിട്ട് അതും അടയ്ക്കണം. അപ്പൊ ഫേമിനും സർചാർജ് ഉണ്ട്. അപ്പൊ ഞാൻ സർചാർജ് എന്നുള്ള ടോപ്പിക് ഡീൽ ചെയ്യുന്ന സമയത്ത് അത് പറഞ്ഞുതരാം. എനിവേ, അപ്പൊ ഫേമിന് 30% ആണ് പ്ലസ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്. ലോക്കൽ അതോറിറ്റിക്കും അതേപോലെ തന്നെയാണ്, അവരുണ്ടാക്കുന്ന ടോട്ടൽ ഇൻകത്തിന്റെ 30% പ്ലസ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്.
അടുത്തത് കമ്പനിയാണ്. കമ്പനിയുടെ കേസിൽ ആക്ച്വലി കമ്പനിയുടെ കേസ് ഇവിടെ ഫുൾ വരുന്നില്ല. കാരണം കമ്പനീസിന് ഈ അസസ്മെന്റ് ഇയറിൽ കുറേയും കൂടെ പുതിയ സെക്ഷൻസ് ഒക്കെ കൊണ്ടുവന്ന് ചോയ്സസ് ഒക്കെ ഉണ്ട് അവർക്ക്. പുതിയ സെക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രമേ ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അത്രയ്ക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കും ഇപ്പോൾ പഠിക്കാനില്ല. ഒരു എക്സാമിനും ഇന്റർ ലെവലിൽ അത്രയ്ക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ കമ്പനിയാണ് എന്ന് വെച്ചാൽ ഡൊമസ്റ്റിക് കമ്പനി ആണെങ്കിൽ where its total income or gross receipts during the previous year 17-18 does not exceed 400 crore. 17-18 പ്രീവിയസ് ഇയറിൽ നമ്മുടെ ഗ്രോസ് റെസിപ്റ്റ്സ് അല്ലെങ്കിൽ ടോട്ടൽ ടേൺ ഓവർ 400 ക്രോറിൽ താഴെയാണെന്നുണ്ടെങ്കിൽ 25% ആയിരിക്കും നമ്മുടെ ടാക്സ് റേറ്റ്. അവർക്കും ബേസിക് എക്സംഷൻ ലിമിറ്റ് ഒന്നുമില്ല. അപ്പോൾ അവരുടെ ടോട്ടൽ ഇൻകം എത്രയാന്ന് നോക്കുക, അതിന്റെ 25%. പ്രൊവൈഡഡ് അവർക്ക് പ്രീവിയസ് ഇയർ 17-18 ടോട്ടൽ ടേൺ ഓവർ അല്ലെങ്കിൽ ഗ്രോസ് റെസീപ്റ്റ്സ് 400 ക്രോറിൽ താഴെയായിരിക്കണം. അല്ലാത്ത കേസസിൽ 30%. ഫോറിൻ കമ്പനി ആണെങ്കിൽ 40% പ്ലസ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് തരും. പിന്നെ കമ്പനിയുടെ കേസിലും സർചാർജും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ കമ്പനീസിന് പുതിയ സെക്ഷൻസ് വേറെയും കൊണ്ടുവന്നുണ്ട്. ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ്. കാരണം അവർക്ക് വേറെ ചോയ്സസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. മെയിൻ ആയിട്ട് ഇൻഡിവിജ്വലിന്റെ ആണ് ഞാൻ വിചാരിച്ചത്. അപ്പൊ അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു.